അമ്മേ റോസാമാതാവേ, റോസാപ്പൂക്കൾ കാഴ്ചയേകാൻ എൻ കണ്ണീരൊപ്പാൻ നിൻ സുതനോടു നീ ഒന്നു ചൊല്ലിയിടുമോ സ്നേഹപൂർവം. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ ഇല്ലാത്ത ഭവനങ്ങള് സങ്കടങ്ങളുടെ ഭവനങ്ങളാണ്. അതാണ് ആ ധൂർത്തുപുത്രൻ. എങ്ങനെയാണ് അവൻ ധൂർത്തുപുത്രനായത്? ഒറ്റ കാരണമുള്ളൂ, അവന്റെ വീട്ടിൽ ഒരമ്മയുണ്ടായിരുന്നില്ല എന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൻ അവിടെ നിന്ന് മാറിപ്പോയി. നമുക്ക് ഈ മെയ് മാസത്തില് പരിശുദ്ധ അമ്മയെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കാം, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം. അമ്മയെ ക്ഷണിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താ? പിന്നെ ദൈവികമായൊരു കൃപയാണ്. ഈ ദിവസങ്ങളിൽ ഈ പരിശുദ്ധ അമ്മയുടെ റോസാമിഷ്ടിക മാതാവിന്റെ സാന്നിധ്യത്തിൽ ഒത്തിരി മക്കൾ അച്ഛൻ കാണാറുണ്ട്. അവരൊക്കെ പറയുന്ന കാര്യമുണ്ട്, അച്ഛാ ഞങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ലൂക്ക 15:20 സംഭവിച്ചു. എന്താണ് 15:20? അവന് അവന്റെ മേല് മനസ്സലിഞ്ഞു, ചേർത്ത് പിടിച്ചു, കെട്ടിപ്പിടിച്ചു, ഉമ്മ വെച്ചു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ സ്വർഗം കൊടുക്കുന്ന കൃപയാണത്. എന്താണ്? പരിശുദ്ധ അമ്മയോട് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അമ്മയെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, സ്വർഗം ത്രീത്തും വന്ന് നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ മാറ്റി നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിന്റെ മൂർധാവിൽ ചുംബിച്ച് സ്വർഗത്തിന്റെ അടയാളം നൽകി നിന്നെ അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. മെയ് മാസത്തിന്റെ എല്ലാ ചൈതന്യവും നമ്മളിൽ ഉണ്ടാകട്ടെ. ആമേൻ.